യെശയ്യാവ് 40:31. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഈ ചിറക്, വിങ്സ്, ഈ ഒരു കൊച്ചു പദമാണ് ഇന്നത്തെ ചിന്തകൾക്ക് ആധാരം ആക്കുന്നത്. മാരാമൺ കൺവെൻഷനിൽ വളരെ പഴക്കം ചെന്ന ഒരു പാട്ടുണ്ട്, ജീവിതയാത്രക്കാരാ കാലടികൾ എങ്ങോട്ട്. ആ പാട്ടിൻ്റെ ഒരു വരി ഇങ്ങനെയാണ്: പൊന്നിൻ ചിറക് നിനക്കുമീതേ കർത്തൻ വിരിക്കുന്നത് കാണുന്നില്ലേ. ചിറക് എന്ന പദം വിശുദ്ധ വേദപുസ്തകത്തിലെ ചിരപരിചിതമായൊരു പദമാണ്. ഈ ചിറക് എന്ന പദത്തെ അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. ദൈവത്തിൻ്റെ കരുതലിനെ സൂചിപ്പിക്കുന്ന പദമാണ് ചിറക്, വിങ്സ്. ചിറക് വിരിക്കുന്ന, ചിറക് അണിയിക്കുന്ന, ചിറകിൽ അണയ്ക്കുന്ന നിരവധി ദൈവിക പ്രവൃത്തികളിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ അവിടങ്ങളിലായി കാണാം. ഇസ്രായേലിൻ്റെ സർവ്വസഭയോടും മോശെ ചൊല്ലിക്കേൾപ്പിക്കുന്ന അതിമനോഹരമായൊരു പാട്ട് ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിലുണ്ട്. ആ 32-ാം അധ്യായത്തിലെ 11-ാമത്തെ വചനത്തിൽ ഈ പാട്ടിൻ്റെ ഒരു വരി ഇങ്ങനെയാണ്: കഴുകൻ തൻ്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം ബോവസ് രൂത്തിനെ അനുഗ്രഹിക്കുന്ന ഒരു രംഗമുണ്ട്. അതിൻ്റെ 11-12 വാക്യങ്ങൾ. 12-ാമത്തെ വചനം ഇങ്ങനെയാണ്: ഇസ്രായേലിൻ്റെ ദൈവമായി യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക് ദൈവം പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ. യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ച് വന്നിരിക്കുന്ന രൂത്തിന് ബോവസ് നൽകുന്ന അനുഗ്രഹമൊഴിയാണ്: യഹോവയുടെ ചിറകിൻ കീഴെ നിനക്ക് പ്രതിഫലം ഉണ്ടാകട്ടെ. 55-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിനൊരു പ്രത്യേകതയുണ്ട്. സങ്കടം കയത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുകയാണ് ദാവീദ്. അതിൻ്റെ ആദ്യ വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാം, ദാവീദ് മരണഭീതി നേരിടുകയാണ്. പരിഭ്രമവും വിറയലും ബാധിച്ച് ദാവീദ് വല്ലാതെ വിഷമിക്കുന്ന ഒരു അനുഭവത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യം, സങ്കീർത്തനം 55:6, ദാവീദ് പറയുകയാണ്: പ്രാവിനെ പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സങ്കീർത്തനമാണ് 91-ാം സങ്കീർത്തനം. 91-ാം സങ്കീർത്തനത്തിലെ 4-ാമത്തെ വചനം എങ്ങനെയാണ്: അത്യുന്നതൻ തൻ്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ അതുല്യമായ ഒരു ദർശനമുണ്ട്. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ആരാധനാ ദർശനം. അതിൻ്റെ ആരംഭം യെശയ്യാവ് പ്രവചിച്ചത് ഇങ്ങനെയാണ്: സാറാഫുകൾ അവന് ചുറ്റും നിന്നു, ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. പഴയ നിയമത്തിൻ്റെ അവസാന താള് മലാക്കി പ്രവചനം 4-ാം അധ്യായം. അത് ആരംഭിക്കുന്നത് ഒരു മുന്നറിയിപ്പിൻ്റെ പ്രവചന സ്വരത്തോടു കൂടിയാണ്. മുന്നറിയിപ്പ് ഇതാണ്: ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. പുതിയ നിയമത്തിലേക്ക് വരാം. മത്തായി സുവിശേഷം 23-ാം അധ്യായം 37-ാമത്തെ വാക്യം, ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 34-ാമത്തെ വാക്യം. ഈ 2 സുവിശേഷങ്ങളിലും 2 ഇടങ്ങളിലും ഒരേ വാക്യമാണ് കൊടുത്തിട്ടുള്ളത്. ആ വാക്യം ഇങ്ങനെയാണ്: യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. തള്ളക്കോഴി
കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നത് പോലെ എൻ്റെ പ്രിയ യെരൂശലേം നിവാസികളെ, നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് മനസ്സായില്ല. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നാം കണ്ട ആരാധനാ ദർശനത്തിന് സമാനമായ മറ്റൊരു ദർശനം യോഹന്നാൻ രേഖപ്പെടുത്തിയ വെളിപാട് പുസ്തകത്തിലുണ്ട്. വെളിപാട് പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. 4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. അവർ രാപ്പകൽ വിശ്രമം കൂടാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. 4 ജീവികളും 6 ചിറകുള്ള ജീവികൾ സദാ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ പഴയ നിയമ പാഠഭാഗമായ യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. യെശയ്യാവ് BC 6-ാം നൂറ്റാണ്ടിലെ അന്ധകാരം നിറഞ്ഞിരുന്ന ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഒരു ജ്യോതിസ് എന്ന പോലെ കർമ്മ നിരതനായിരുന്ന പ്രവാചകനാണ് യെശയ്യാവ്. യെശയ്യാവ് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതയാണ്. ഇസ്രായേൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന കഷ്ടത, ശിക്ഷ, അടിമത്വം ഇത് കുറച്ച് കൂടിപ്പോയി. ഇസ്രായേലിൻ്റെ അനുഭവങ്ങൾ അമിതമായി പോയി, ഇത് കുറച്ച് അധികമായി പോയി എന്നാണ് ഈ പരിസരങ്ങളിൽ മുഴങ്ങുന്ന പരിഭവം. അർഹിച്ചതിനേക്കാൾ, കിട്ടേണ്ടതിനേക്കാൾ കൂടുതൽ ശിക്ഷ ഇസ്രായേൽ ജനത അനുഭവിക്കേണ്ടി വന്നു എന്ന പരിഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യെശയ്യാ പ്രവചനം 40-ാം അധ്യായം എഴുതുന്നത്. ഒരു സംശയരൂപേണ ഈ അനുഭവങ്ങളൊക്കെ പങ്കിടുന്നുണ്ട് 27-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 40:27. ആ വാക്യത്തിൻ്റെ ചുരുക്കം ഇതാണ്: ദൈവം ഇസ്രായേൽ ജനത്തെ മറന്നുവോ? ദൈവം മറഞ്ഞിരിക്കുന്നുവോ? ദൈവം കാണുന്നില്ലേ? ഇസ്രായേൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ കഷ്ടതയും ഈ ശിക്ഷകളും ഈ അടിമത്തവും ദൈവമേ നീ കാണുന്നില്ലേ? നീ മറഞ്ഞിരിക്കുകയാണോ? നീ ഇതൊന്നും കാണുന്നില്ലേ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇന്നും സജീവമാണ്. ദൈവമേ, ഈ ജനം ഇത്രയേറെ ശിക്ഷ അനുഭവിക്കാൻ, ഈ കാലഘട്ടത്തിൽ ഇത്രയേറെ കഷ്ടം അനുഭവിക്കാൻ, ദൈവമേ നീ ഇതൊന്നും കാണുന്നില്ലേ? ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ചൂട് ഇത്തിരി കൂടിപ്പോയി. ദൈവമേ നീ ഞങ്ങളെ മറന്നുപോ? അങ്ങ് മറഞ്ഞിരിക്കുകയാണോ? ഈ അനീതികളൊന്നും ദൈവം കാണുന്നില്ലേ? നിരപരാധികൾ പ്രായഭേദമന്യേ മരിച്ചു വീഴുകയാണ്. ചെറിയ കുഞ്ഞുങ്ങൾ പോലും നിഷ്കരണം കൊല്ലപ്പെടുകയാണ്. കുട്ടികളും സ്ത്രീകളും നിരന്തരം അപമാനിക്കപ്പെടുകയാണ്. സംശയങ്ങളും പരിഭവങ്ങളും ചോദ്യങ്ങളും ഉയരുന്ന ഈ പശ്ചാത്തലത്തിൽ യെശയ്യാവ് നൽകുന്ന യുക്തമായ മറുപടിയാണ് യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 28 മുതലുള്ള 4 വാക്യങ്ങൾ. യെശയ്യാവ് ദൈവത്തെ അവതരിപ്പിക്കുകയാണ്. ചുറ്റുപാടും കഷ്ടങ്ങൾ നിറയുമ്പോൾ, ആശങ്കകൾ പെരുകുമ്പോൾ, ചോദ്യങ്ങൾ ഉയരുമ്പോൾ, അപമാനങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ദൈവത്തെ യെശയ്യാവ് അവതരിപ്പിക്കുകയാണ്. ദൈവത്തിനൊരു ഇൻട്രോ കൊടുക്കുകയാണ് യെശയ്യാ. എന്താണ് യെശയ്യാവ് പറയുന്നത്? 28 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തെ അവതരിപ്പിക്കുകയാണ്. നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ, ക്ഷീണവും തളർച്ചയും ഇല്ലാത്തവൻ, അപ്രമേയമായ ബുദ്ധിയുള്ള ദൈവം, ക്ഷീണമുള്ളവർക്ക് ശക്തിയും ബലഹീനമായതിന് ബലവും ഇടറുന്നവർക്ക് ഇടയനുമായ ദൈവം. ഇതാണ് യെശയ്യാവ് അവതരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വ്യത്യസ്തതകൾ. ക്ഷീണവും തളർച്ചയും ബലഹീനതയും ഇടർച്ചകളുമൊക്കെ അന്നും ഇന്നും യാഥാർത്ഥ്യമാണ്. എങ്കിലും 31-ാമത്തെ വാക്യം, ഇതാണ് ഇന്നത്തെ കുറിവാക്യം, ഇന്നത്തെ സന്ദേശം. എങ്കിലും ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്, ബലഹീനതയുണ്ട്, കഷ്ടതയുണ്ട്, ശിക്ഷകളുണ്ട്, അസ്വസ്ഥതകളുണ്ട്, അടിമത്വങ്ങളുണ്ട്. എങ്കിലും 31-ാമത്തെ വാക്യം, ദൈവത്തെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. കാത്തിരിക്കുന്നവർ
കർത്താവിനെ കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ശലോമോൻ രാജാവ് ആഗൂറിൻ്റെ ചില ജ്ഞാനമൊഴികളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. സദർശവാക്യങ്ങൾ 30-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ ആഗൂറിൻ്റെ മൊഴി ഇങ്ങനെയാണ് പറയുന്നത്: ആകാശത്തെ കഴുകൻ്റെ വഴി അതിവിസ്മയം തോന്നുന്ന വഴിയാണ്. ആ കഴുകൻ്റെ ചിറകുമായി ബന്ധപ്പെട്ട 5 കാര്യങ്ങൾ വളരെ ചുരുക്കമായി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ചിറക്, വിങ്സ്, 5 കാര്യങ്ങൾ. ചിറകിൽ നിന്ന് നാം പഠിക്കേണ്ട 5 പാഠങ്ങൾ. 1, ചിറക് നൽകുന്ന 1-ാം പാഠം അത് വാരന്റിയാണ്. വാരന്റി, ഉറപ്പ്. പറന്നുയരാൻ കഴുകന് ഉറപ്പ് നൽകുന്നതിൻ്റെ പേരാണ് ചിറക്. മുന്നോട്ട് സ്വൈരമായി പറന്നുയരാൻ അതിനെ ഉറപ്പിക്കുന്ന അനുഭവത്തിൻ്റെ പേരാണ് ചിറക്. എന്താണ് ഉറപ്പ്? ദൈവം നമുക്ക് നൽകുന്ന ഉറപ്പ് എന്താണ്? എല്ലാം അസ്തമിച്ച് പോയിട്ടില്ല. അനീതിയുണ്ട്, അഴിമതിയുണ്ട്, അക്രമങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. പക്ഷേ എല്ലാം അസ്തമിച്ച് പോയിട്ടില്ല. സൂര്യവെളിച്ചം പ്രകാശിക്കുന്നത് കാണുന്നില്ലേ? കൂരിരുളിൻ്റെ കഠിന പാതകളുണ്ട്, എങ്കിലും സൂര്യൻ നിരന്തരം ഉദിക്കുകയാണ്. അനുനിമിഷവും ശ്വസിക്കാൻ പ്രകൃതിദത്തമായ വിലമതിക്കാനാകാത്ത ഓക്സിജൻ നമ്മൾ ഓരോ നിമിഷവും സജീവമായി സ്വീകരിക്കുന്നുണ്ട്. ഈ ശ്വാസത്തിൻ്റെ വില അറിയണമെങ്കിൽ കോവിഡ് കാലത്ത് കഠിനമായ കോവിഡ് വന്ന ഒരു രോഗിയോട് നമ്മൾ ചോദിച്ചു നോക്കണം, ഈ ശ്വാസം എത്ര വിലയുള്ളതാണ്, ഈ ശ്വാസം എത്ര അമൂല്യമാണ്. അപ്പോൾ എല്ലാം അസ്തമിച്ചു പോയിട്ടില്ല. നാം ശ്വസിക്കുന്നുവെങ്കിൽ അത് ദൈവം നൽകുന്ന ഒരു ഉറപ്പാണ്. കുടുംബത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഊഷ്മളത നമുക്ക് ആർക്കും കൈമോശം വന്നിട്ടില്ല. പ്രാർത്ഥനയും ആരാധനയും പഠനവും ഒന്നും നിലച്ചു പോയിട്ടില്ല. എന്തിനേറെ പറയുന്നു, നമുക്ക് പ്രത്യാശിക്കാൻ ഒരു ദൈവമുണ്ട്, നമുക്ക് കാത്തിരിക്കാൻ ഒരു കർത്താവുണ്ട്. അത് തന്നെയാണ് ചിറക് നൽകുന്ന വാരന്റി. ചിന്താവിഷ്ടയായ സീത കുമാരനാശന്റെ വിശിഷ്ടമായ ഒരു രചനയാണ്. ആ രചനയിലെ ചില വരികൾ ഇങ്ങനെയാണ്: ഏത് കൂരിരുട്ടിനിടയിലും തെളിഞ്ഞു കത്തുന്ന നക്ഷത്രങ്ങൾ ഉണ്ടാകും, മഹാസാഗരത്തിൻ്റെ നടുവിലും ദ്വീപുകൾ ഉണ്ടാകും. മനുഷ്യരെ സാരമായി ബാധിക്കുന്ന, ഗ്രസിക്കുന്ന ഏത് അനുഭവങ്ങളിലും മധ്യേയും ദൈവം ഒരു വഴി തുറക്കുക തന്നെ ചെയ്യും. ദൈവത്തെ കാത്തിരിക്കുന്നവർ കരുത്തരായി മാറും എന്നതാണ് ചിറക് നൽകുന്ന 1-ാമത്തെ പാഠം, വാരന്റി. ഹാഗർ കണ്ണുനീര് തുടച്ച് മുന്നിലേക്ക് നോക്കുമ്പോൾ ഉറവ കണ്ടു. അവരുടെ കണ്ണുനീരിന് ശമനമുണ്ടായി. ആ ഉറവ ദൈവം നൽകുന്ന ഉറപ്പാണ്. 2, ചിറകിൻ്റെ 2-ാം പാഠം ഇൻറ്റിമസി ആണ്, ഉറ്റ ബന്ധം. അതാണ് ചിറക് നൽകുന്ന 2-ാം പാഠം. ബൈബിളിൽ തള്ളക്കോഴി ചിറകിൽ അണയ്ക്കുന്ന കാഴ്ച അതീവ ഹൃദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും കൂടെ നമ്മുടെ മുറ്റത്തിങ്ങനെ പരന്നു നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അപകട സൂചനകൾ, എന്തെങ്കിലുമൊക്കെ ആപത്ത് പിണഞ്ഞാൽ ഈ തള്ളക്കോഴി ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കി ചിറക് വിരിച്ച് അതിൻ്റെ ഓരോ കുഞ്ഞുങ്ങളെയും അതിൻ്റെ ശരീരവുമായി ചേർത്ത് നിർത്തും. അതാണ് ഇൻറ്റിമസി, ഉറ്റബന്ധം. തള്ളക്കോഴി ചിറകിൽ അണയ്ക്കുന്ന കാഴ്ച അതീവ ഹൃദ്യമാണ്. നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ഉള്ളിലയ്ക്കുന്ന ഈ ചോദ്യം വന്ന് പതിച്ചത് ഇയ്യോബിന്റെ നേർക്കാണ്. ചിറകിലണയ്ക്കുന്ന കർത്താവിനെ കുറിച്ച് ഇയ്യോബിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇയ്യോബ് പറയും, 13-ാം അധ്യായം 15-ാമത്തെ വാക്യം: അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. അതാണ് ഈ ഉറ്റ ബന്ധത്തിന്റെ പ്രത്യേകത. അവൻ എന്നെ കൊന്നാലും ഞാൻ എൻ്റെ ദൈവത്തിനായി കാത്തിരിക്കും. ചൂള 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിക്കാനാണ് രാജകൽപ്പന. പക്ഷേ ആ ചെറുപ്പക്കാർക്ക് ദൈവത്തെ നിഷേധിക്കാൻ കഴിയില്ല. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ: ദൈവം രക്ഷിച്ചാലും അല്ലെങ്കിലും ഈ സത്യദൈവത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കുകയില്ല. തടവറയിൽ കിടന്നാണ്, ബന്ധനത്തിൽ കിടന്നാണ് അപ്പോസ്തലന്മാർ ദൈവത്തെ പാടിയത്. ദൈവവുമായിട്ടുള്ള ഉറ്റ ബന്ധത്തിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ്. ചാരയുള്ള ചിറകിനെക്കുറിച്ച്, ചിറകിൽ ഉയരുന്ന ഉറ്റ ബന്ധത്തെക്കുറിച്ചൊക്കെ ബോധ്യമുള്ളവർക്ക് ഈ ദൈവം സദാ സമീപസ്ഥനാണ്. 3,
നോവൽറ്റി എന്നാണ് പദം. ചിറകിൻ്റെ മൂന്നാം പാഠം നോവൽറ്റി. നോവൽറ്റി എന്ന പദത്തിൻ്റെ അർത്ഥം പുതുമ, നവീനത, പുതിയത് എന്നൊക്കെയാണ്. ചിറകിൻ്റെ മൂന്നാം പാഠം ഒരു പുതുമയുടെ പാഠമാണ്. ഈ കൂടുതൽ ആയുസ്സുള്ള ജീവി ഇനങ്ങളിൽപ്പെട്ട ഒരു ജീവിയാണ് കഴുകൻ. ദൈർഘ്യമുള്ള ഒരു ജീവി. ഏകദേശം 30 വയസ്സെത്തുമ്പോൾ ഈ കഴുകൻ പഴയ തൂവലുകളൊക്കെ പൊഴിച്ചു കളയും. സ്വന്തമായി തന്നെ അതിൻ്റെ നഖങ്ങളൊക്കെ കൊത്തി എടുത്തു കളയും. അപ്പോൾ ഈ തൂവലുകളും നഖങ്ങളും ഇല്ലാത്ത കാലം ഒരു കഴുകനെ സംബന്ധിച്ച് ദുരിതപൂർണമായ കഷ്ടത്തിൻ്റെ കാലമാണ്. എന്നാൽ ഈ ദുരിതകാലം പിന്നിടുമ്പോൾ പിന്നെ പുതിയ കാലമാണ്. കഴുകൻ ഒരു നവീനമായ ജീവിതത്തോടെ മുന്നോട്ട് വരുന്നു. പുതിയ തൂവൽ, പുതിയ നഖം, പുതിയ ആരോഗ്യം. അങ്ങനെ ഒരു 40 വർഷങ്ങളോളം പിന്നെയും കഴുകൻ ജീവിക്കും. 103-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം, കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം. ഇപ്പോൾ ഈ വാക്യം കുറച്ചുകൂടി മനസ്സിലാകും. കഴുകനെ പോലെ പുതുകി വരുന്ന അനുഭവം, അതിൻ്റെ തൂവലുകളും നഖവും അതിൻ്റെ ജീവിതത്തിൽ കളയേണ്ടത് കൊത്തിയെടുത്ത് കളഞ്ഞൊരു പുതുമ, ഒരു രൂപാന്തരത്തിൻ്റെ നവീന അനുഭവത്തിനായി കഴുകൻ കാത്തിരിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട പാഠം. ചില അഹന്തയുടെ തൂവലുകളൊക്കെ നമ്മൾ കൊത്തിക്കളയണം. ഇന്നലകളിലെ കയ്പനുഭവങ്ങൾ ചില നഖങ്ങൾ കൊത്തിക്കളയുന്നത് പോലെ ഇന്നലകളുടെ പകയും ഇന്നലകളുടെ വിദ്വേഷവും ഇന്നലകളുടെ നീരസവും കൊത്തിക്കളഞ്ഞ് ഒരു പുതിയ ജീവിതത്തിനായി വാഞ്ചിക്കാമോ? അതാണ് ചിറകിൻ്റെ 3-ാം പാഠം. 4, ഇംഗ്ലീഷിൽ ഈ ഇടയ്ക്ക് കണ്ടെത്തിയ ഒരു അനുഗ്രഹീത പദമാണ് ജീനിയാലിറ്റി. ജീനിയാലിറ്റി, ഈ വാക്കിൻ്റെ അർത്ഥം ഉന്മേഷം, ഉണർവ്, പ്രസന്നത എന്നൊക്കെയാണ്. സദാ ഉണർവിലായിരിക്കുക. ആ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, കഴുകൻ ചിറകടിച്ച് കയറും എന്ന് പറഞ്ഞാൽ കഴുകൻ്റെ ഭാവം സദാ ഉണർവിലായിരിക്കുക. ഒരു സ്വിച്ച് ഇട്ടതുപോലെ അത് സജീവമായി പ്രസന്നതയോടെ ഉന്മേഷത്തോടെ അത് മുന്നോട്ട് സഞ്ചരിക്കും. ചിരിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന തിരുമേനിയാണ് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി. മാർത്തോമാ സഭയുടെ അനുഗ്രഹീതനായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി. ഞായറാഴ്ച ദിവസം മാതൃഭൂമി ദിനപത്രത്തിൽ ഈ മാർ ക്രിസോസ്റ്റം തിരുമേനിയെ അനുസ്മരിച്ചുകൊണ്ടൊരു വിയോഗ കുറിപ്പ് ജോർജ് പുളിക്കൻ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എഴുതി. ആ എഴുതിയതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ഇനി ദൈവം ചിരിച്ചു മരിക്കും. ഇനി ദൈവം ചിരിച്ചു മരിക്കും. എന്നിട്ട് അദ്ദേഹം താഴോട്ട് എഴുതുകയാണ്, ക്രിസോസ്റ്റം തിരുമേനിയെക്കുറിച്ച് എഴുതുമ്പോൾ നർമ്മത്തിൻ്റെ സ്പർശമില്ലെങ്കിൽ അത് അദ്ദേഹത്തോട് ചെയ്യാവുന്ന ഒരു അനീതിയാണ്. അതുകൊണ്ട് ഈ അനുസ്മരണ കുറിപ്പ് ഞാൻ എഴുതുന്നത് ചിരിച്ചുകൊണ്ടാണ്. ഈ വിയോഗ കുറിപ്പ് ഞാൻ എഴുതുന്നത് സന്തോഷവും പുഞ്ചിരിയും വിടർത്തിക്കൊണ്ടാണ്. ജീവിതത്തിൽ സദാ പ്രസന്നത പാലിക്കുക. മാസ്ക് ഇട്ടിരുന്ന കാലത്തൊക്കെ നമ്മുടെ ചിരി മറയ്ക്കപ്പെട്ടിരുന്നു. ഇന്ന് മാസ്ക് മാറിയിട്ടും നമ്മുടെ മുഖപ്രസന്നതയും ചിരിയും എന്തുകൊണ്ട് മടങ്ങി വരുന്നില്ല? ഈ ആലയത്തിൽ ആരാധനയ്ക്കായി നമ്മൾ വന്നുവെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ഒന്ന് ചിരിച്ചിട്ട് മടങ്ങാൻ, ഒന്ന് പ്രസന്നതയോടെ മടങ്ങാൻ. അതാണ് കഴുകൻ്റെ ഭാഗം. ചിറകിൻ്റെ 4-ാം പാഠം, ഇതുവരെയും ചിരിച്ചിട്ടില്ലാത്ത ആളുകളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ, ഒരു പ്രസന്ന ഭാവം ഉയരാൻ. അതാണ് ഒരു വലിയ ആത്മീയ വിപ്ലവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് ചിരിക്കാൻ, ആ പ്രസന്നതയുടെ ഭാവം നമുക്കുണ്ടാകട്ടെ. ജീവിതത്തിൻ്റെ പ്രസന്നത നമുക്ക് വീണ്ടെടുക്കണം. മോശവത്സരം ശാസ്ത്രിയാർ എഴുതിയ അനുഗ്രഹീതമായ ഗാനമാണ് നമ്മുടെ ക്രിസ്തീയ ഗീതത്തിലെ 61-ാമത്തെ പാട്ട്. ആ പാട്ടിൻ്റെ ഒരു ചരണം എങ്ങനെയാണ്: തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കൊടുത്തന്യർക്ക് എന്നോർത്തിതാ സങ്കടപ്പെടുകയാണ്. ആ പാട്ട് അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ് മോശവത്സരം ശാസ്ത്രിയാർ എഴുതിയത്: ദൈവാത്മാവേ, എന്നിൽ നിരന്തരം വന്ന് ആവസിച്ച് തവ തേജസാൽ എന്നുടെ ജീവൻ പ്രശോഭിപ്പിക്കുക. നമ്മിലെ ജീവന്റെ ശോഭ കെടുത്തിക്കളയുന്ന സങ്കേതങ്ങളിൽ നാം ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? എന്നിലും നിങ്ങളിലും സദാ തുടിച്ചുകൊണ്ടിരിക്കുന്ന ജീവന്റെ ചൈതന്യം കെടുത്തിക്കളയുന്ന വിചാരങ്ങളിൽ നമ്മൾ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവമേ, പ്രസന്നതയുടെ, ഉന്മേഷത്തിൻ്റെ, ഉണർവിൻ്റെ, പ്രശോഭയുടെ വരം ഞങ്ങളിൽ വന്ന് ചേരണമേ. 5, 5-ാമത്തെ വാക്ക് സ്പീഡി ആണ്, വേഗത.
കഴുകൻ്റെ ചിറക് നമുക്ക് തരുന്നൊരു മനോഹരമായൊരു പാഠമാണ് വേഗത. ചിറകിൻ്റെ 5-ാം പാഠം. അതൊരു സാഹസത്തിൻ്റെ വേഗതയല്ല, സമയബന്ധിതമായ വേഗത. ചിറകടിച്ച് പറന്നുയരുന്ന കഴുകന്മാരുടെ വേഗതയെക്കുറിച്ച് പരാമർശിക്കുന്ന 2 വാക്യങ്ങൾ വിശുദ്ധ വേദ പുസ്തകത്തിലുണ്ട്. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 1-ാം അധ്യായം 23-ാമത്തെ വാക്യവും വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 19-ാമത്തെ വാക്യവും. ഈ 2 സ്ഥലങ്ങളിലും കഴുകന്റെ വേഗതയെക്കുറിച്ചാണ്, സമയബന്ധിതമായ ഇടപെടലിനെ കുറിച്ചാണ്. ഒരു ഇരയെ കാണുമ്പോൾ, ഒരു ആഹാരം കണ്ണിൽ പെടുമ്പോൾ സമയബന്ധിതമായ വേഗതയോടെ അത് ഇടപെടും. ഇന്ന് ഈ ദിവസത്തിന് 2 പ്രത്യേകതയുണ്ട്. ലോക മാതൃദിനവുമാണ്, ലോക നഴ്സുമാരുടെ ഇന്റർനാഷണൽ നഴ്സസ് ഡേ. ഈ 2 പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇന്നത്തെ കേരള കൗമുദി ദിനപത്രത്തിൽ ഈ അന്താരാഷ്ട്ര നഴ്സസ് ദിനവുമായി ബന്ധപ്പെട്ടൊരു നല്ല ആർട്ടിക്കിൾ ഇന്നത്തെ പത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗലിനെ കുറിച്ചാണ്. ആധുനിക നഴ്സിംഗിൻ്റെ ശില്പിയും ആശുപത്രിയിൽ ശുചിത്വ രീതികളുടെ പരിഷ്കർത്താവുമായ ഫ്ലോറൻസ് നൈറ്റിംഗേൽ, വിളക്കേന്ത്യ വനിത എന്നൊക്കെ വിളിക്കുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേൽ, അവരുടെ ജീവിതത്തിലെ ഒരു അനുഭവം 1854 കാലഘട്ടത്തിൽ ക്രിമിയ എന്ന സ്ഥലത്തേക്ക് പെട്ടെന്നൊരു ദൗത്യവുമായി, ഒരു നഴ്സിംഗ് ദൗത്യവുമായി പോകാൻ വേണ്ടി ഒരു അറിയിപ്പ് ലഭിച്ചു. നൈറ്റിംഗേൽ വളരെ വേഗം അവിടെ എത്തി. കണ്ടത് മുഴുവനും മുറിവേറ്റ സൈനികരായിരുന്നു. അടിസ്ഥാന ശുചിത്വ അനുഭവങ്ങൾ പോലുമില്ലാതെ പരിക്കേറ്റ പലരും മാരകമായ അണുബാധയാൽ മരണപ്പെട്ട കാഴ്ച ഫ്ലോറൻസ് നൈറ്റിംഗേൽ കണ്ടു. മരുന്നുകളും ബാൻഡേജുകളും കിടക്കകളും കുളിക്കുവാനുള്ള സൗകര്യങ്ങളും ഒന്നുമില്ലാതെ സൈനികർ ഇങ്ങനെ പിടങ്ങി വീഴുന്ന കാഴ്ച നൈറ്റിംഗേൽ കണ്ടു. ലളിതമായ ചില പരിഷ്കാരങ്ങൾ വരുത്തി ആശുപത്രിയിലെ മരണനിരക്ക് വളരെ വേഗത്തിൽ കുറയ്ക്കുവാൻ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ചില പദ്ധതികളൊക്കെ തയ്യാറാക്കി. എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ മരിച്ചു വീഴുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ അവർ മുൻപോട്ട് വന്നു. ദൈവത്തിൻ്റെ ചിറകിൻ്റെ ശക്തി ഇന്നും സജീവമാണ്. ദൈവമേ, അവിടുത്തെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. 5 പദങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 5 പദങ്ങൾ. വിങ്സ്, WINGS. ഈ 5 അക്ഷരങ്ങളിൽ ആരംഭിക്കുന്ന 5 പദങ്ങൾ നമുക്കൊന്ന് ഓർമ്മിക്കാനും പഠിക്കാനും ഒക്കെ എളുപ്പത്തിൽ. വിങ്സ്, 5 വാക്കുകൾ. W, വാറന്റി, അടിസ്ഥാനങ്ങൾ ഇളകുന്ന, വിശ്വാസങ്ങളിൽ പതറിപ്പോകുന്ന, ആശയങ്ങളും ആദർശങ്ങളും തത്വങ്ങളും ഒക്കെ തകിടം മറിയുന്ന കാലത്ത് ഉറപ്പുള്ളത് ഒരേ ഒരു കാര്യം, കർത്താവ് നൽകുന്ന ഉറപ്പ്. അതാണ് വാറന്റി. 2-ാമത്തെ അക്ഷരം I, ഇന്റിമസി. തള്ളക്കോഴി കുഞ്ഞിനെ ചേർത്തണയ്ക്കുന്നത് പോലെ ഒരു ഉറ്റ ബന്ധം ചിറക് നൽകുന്ന 2-ാം പാഠം. 3-ാമത്തെ അക്ഷരം N, നോവൽറ്റി. ഒരു പുതുമയുടെ ജീവിതം നമുക്ക് സാധ്യമാണ്. ഇന്നലകളെ കൊത്തിയെറിഞ്ഞ്, ഇന്നലകളിലെ ഇല്ലായ്മകൾ, ഇന്നലകളുടെ കൈപ്പനുഭവങ്ങളെ തൂവലും നഖവും കൊത്തിയെറിഞ്ഞൊരു പുതിയ ശരീരവും ആരോഗ്യവും കഴുകൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നത് പോലെ നോവൽറ്റി, പുതുമ. അടുത്ത അക്ഷരം G ആണ്, ജീനിയാലിറ്റി. ഒരു പ്രസന്നതയുടെ ഭാവം നമുക്കുണ്ടാകട്ടെ, മുഖങ്ങൾ പ്രകാശിക്കട്ടെ, മുഖങ്ങളിൽ ചിരി ഉണ്ടാകട്ടെ. മദർ തെരേസയോട് പത്രക്കാർ ചോദിച്ചു, അമ്മ, നിങ്ങൾ എന്താണ് ഈ തെരുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മദർ തെരേസ പറഞ്ഞു, ഹെൽപ്പ് അതേഴ്സ് ടു സ്മൈൽ ബിഫോർ ദേ ഡൈ. ആളുകൾ മരിക്കുന്നതിന് മുൻപ് അവരുടെ ജീവിതത്തിൽ ഒരു ചിരി നൽകാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഇതാണ് നമ്മുടെ ദൗത്യം. ആളുകൾ മരിക്കുന്നതിന് മുൻപ് അവരുടെ മുഖങ്ങളിൽ ഒരു ചിരി പകരാൻ ആകുമോ? പ്രസന്നത. യെസ്. സ്പീഡി, സമയബന്ധിതമായ ഇടപെടൽ, അതിനൊരു വേഗത ഉണ്ടാകട്ടെ. സങ്കടങ്ങൾ മാത്രം ചികയുന്നത് എന്തിനാണ്? ശ്രദ്ധയോടെ കാതോർത്താൽ ദൈവത്തിൻ്റെ ചിറകടി ഇന്നും നമുക്ക് കേൾക്കാം. ചിറകടിച്ച് ആ ചൈതന്യം സദാ നമുക്ക് ചാരയുണ്ട്. ദൈവത്തിൻ്റെ ചിറകടി കേട്ട് ചിറകിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് വാറന്റി, ഇൻറ്റിമസി, നോവൽറ്റി, ജീനിയാലിറ്റി ആൻഡ് സ്പീഡി, വിങ്സ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കാം. അവിടെയാണ് കർത്താവിനെ കാത്തിരിക്കുന്നവർ കരുത്തോടെ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ.
കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ, എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. ആമേൻ.